അതുപോലെ തന്നെ 15ാമത്തെ കാര്യം, ഇനി അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശാലമായ നിലപാട് വെച്ച് പുലർത്തുന്നവരായിരിക്കും. തമ്മിൽ അതിലവർക്കൊന്നും ഉണ്ടാവൂല. തെറ്റ് കണ്ടാൽ എതിർക്കും, പക്ഷെ അഭിപ്രായ വ്യത്യാസം പാടുണ്ട് എന്ന് പറയുന്ന ചില സംഗതികളുണ്ട്. എന്നാൽ ഈ സംഘടനക്കാർ അങ്ങനെയല്ല. സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ടാവും, നിലപാടിന് വിട്ട് കിടന്നതിന് പ്രശ്നമാണ്. 2002 ആ പ്രബന്ധം ഞാൻ നേരത്തെ പറഞ്ഞ പ്രബന്ധം ഉണ്ടല്ലോ, ആ പ്രബന്ധം വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. 2002 മർക്കസ് ദഅവയും ഔദ്യോഗിക കേന്ദ്രമാണ്. ഈ ഇഷ്ടമല്ല, അന്ന് ഔദ്യോഗിക കേന്ദ്രമാണ്. അതിൽ ആ പ്രബന്ധത്തിന്റെ അവസാനത്തിൽ ഏതൊക്കെ പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇന്ന് പല നിഷ്ഠ നേതാക്കന്മാരും അന്ന് അതിലുണ്ട്. അതിലവർ മുസ്ലിം മടവൂരിനെതിരെ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം എന്താണെന്ന് ആർക്കെ പറയാൻ കഴിയുക? ഏറ്റവും വലിയ ആരോപണം എന്താണെന്നറിയോ? തറാവീഹ് 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കുന്നത് ബിദ്അത്തല്ല എന്ന് ആര് പറഞ്ഞു? മുസ്ലിം മടവൂര് പറഞ്ഞു. അതാണെന്ത് ഏറ്റവും വലിയ പ്രശ്നം. മൂപ്പർ എന്താ പറയുന്നത്? പ്രബന്ധത്തിൽ എഴുതിയിരിക്കുന്നത് 100 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കേരളത്തിൽ ബിദ്അത്താണെന്ന് പറഞ്ഞൊരു കാര്യം, അതിനു വേണ്ടി നമ്മൾ വേറെ പള്ളികൾ വരെ നിർമ്മിച്ചു. എന്നിട്ട് നിങ്ങളിപ്പോ വന്ന് പറയാം ബിദ്അത്തല്ലെന്ന്. അതിന് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നമില്ല, സിഹർ നോ പ്രോബ്ലം. എന്നാൽ തറാവീഹ് 11 റക്അത്തിൽ കൂടുതൽ ബിദ്അത്തല്ല എന്നാണ് നിങ്ങളുടെ വാദം. ഇത് മൂപ്പര അഭിപ്രായമാണ്, മടവിന്റെ അഭിപ്രായമാണ്. അല്ല, ശൈഖുൽ ഇസ്ലാം പറഞ്ഞ കാര്യമാണ്, ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ കാര്യമാണ്, ഇമാം മാലിക് പറഞ്ഞ കാര്യമാണ്, മഹാന്മാരായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കൽ ബിദ്അത്താണ്, ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് 11 ആണെന്ന് ഉമ്മത്തിന് നിജപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഫഖദ് ജഹില, അവൻ ജഹില പറഞ്ഞിരിക്കുന്നതെന്ന് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു. അപ്പൊ ശൈഖുൽ ഇസ്ലാം ഏറ്റവും വലിയ വിദ്യാർത്ഥിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വിശാലമായ കാഴ്ചപ്പാട് സുന്നത്ത് വൽ ജമാഅത്ത് വെച്ച് പുലർത്തുന്നുണ്ട്. ഇത് സംഘടനാ നിലപാട്. അതിൽ നിന്ന് വിട്ടു കടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതിനിപ്പോ 100 വർഷമായി നമ്മൾ പറഞ്ഞതായിക്കോട്ടെ, തെറ്റ് പറ്റി എന്താ ചെയ്യേണ്ടത്? തിരുത്തുക. നമുക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുത്തുക. ജനങ്ങളടുത്ത് പറയും, നമ്മൾ ഇത്രയും കാലം ബിദ്അത്താന്നാ പറഞ്ഞത്, 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കും ബിദ്അത്താന്നാ നമ്മൾ പറഞ്ഞത്, പക്ഷെ അത് ബിദ്അത്തല്ല. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിനെ നമ്മൾ നാണിക്കേണ്ട കാര്യം? നമ്മൾ സത്യത്തിന്റെ ആളുകളാണല്ലോ, അല്ല നമ്മൾ സംഘടനയുടെ ആളുകളല്ലല്ലോ. അപ്പൊ അത് സംഘടനയുടെ കാര്യം പറഞ്ഞാൽ വേറൊരു കാര്യം പറയാറുണ്ട്. ഇവര് സാധാരണക്കാരെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു വിഷയമാണ് ജമാഅത്തും ജംഇയ്യത്തും. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംഘം, കൂട്ടം എന്നാണ് അർത്ഥം. ജംഇയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംഘടന. ഒരു 4 പേര് റോഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു സംഘടന പോകുന്നു നമ്മൾ പറയൂ. എന്താ പറയാ? ഒരു സംഘം ആളുകൾ പോകുന്നു അല്ലേ? ഇവിടെ നമ്മൾ ഒരു സംഘടന ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇരിക്കുന്നത്? ഇവിടെ ഒരു സംഘം ആളുകൾ ഇരിക്കുന്നു. അപ്പൊ സംഘബോധത്തിനെ കുറിച്ച് ഇസ്ലാമിൽ വന്ന ഹദീസുകളെല്ലാം എന്തിനു വേണ്ടിയാ പറയെടുക്കുന്നത്? സംഘടനാ ബോധത്തിൽ. തബ്ലീഗുകാർ എന്തിനെടുക്കും പോലെ തബ്ലീഗുകാർ എന്തിനു ഇവർ വിമർശിക്കും? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്ന ആയത്തുകളെല്ലാം എന്തിനു വേണ്ടി ഇവരെടുക്കും? 3 മാസം 4 മാസം 40 ദിവസം പുറപ്പെടുന്നതിന് തെളിവ് പിടിക്കും. അതുപോലെ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ആളുകൾ എന്താ ചെയ്യുന്നത്? സംഘബോധത്തിന് വേണ്ടി വന്ന കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടി എടുക്കും? സംഘടനാ ബോധത്തിന് വേണ്ടി എടുക്കും. സംഘടനാ ബോധത്തിന് വേണ്ടി. സംഘടന പാടുക പറഞ്ഞു കണ്ടില്ലേ? ഇല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂടെ നീ ആയിരിക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ സംഘടന കൂടെ തന്നെ നിൽക്കണം, സംഘടന മെമ്പർഷിപ്പ് എടുക്കണം, സംഘടന ഉണ്ടാവണം. എന്നാൽ അബൂ ശാമ റഹിമഹുല്ലാഹു തആല ഇവരുടെ ഈ വർത്തമാനത്തിനെ മുഖത്തടിക്കുകയാണ്. അബൂ ശാമ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വഹൈസു ജാഅൽ അംറു, എവിടെയൊക്കെയാണോ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത് എന്ത്? വഹൈസു ജാഅൽ അംറു ബിലുസൂമിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനെ മുറുകെ പിടിക്കണം. ജമാഅത്തിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവര് വെക്കും, അർത്ഥം വെക്കുമ്പോൾ എന്ത് വെക്കും? സംഘടനയുടെ കൂടെ നിൽക്കണമെന്ന്. അപ്പൊ അബൂ ശാമ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, എവിടെയൊക്കെയാണോ എന്ത് വന്നിട്ടുള്ളത്, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണമെന്ന് വന്നിട്ടുള്ളത്, ഫൽ മുറാദു ബിഹി, അവിടെ ഒക്കെ ഉദ്ദേശം ലുസൂമുൽ ഹഖ്, എന്താണ്? സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ്. സത്യത്തിന്റെ കൂടെ നിൽക്കണം. വത്തിബാഉഹു,
സത്യത്തിനെ പിന്തുടരണമെന്നാണ്. വൈൻകാരൻ മുത്തമസ്സിക്കും ഈ കലീലൻ, അതിനെ മുറുകെ പിടിച്ചവർ കുറച്ചാണെങ്കിലും ശരി. ആ സംഘടനയുടെ കൂടെ നിൽക്കണമെന്നല്ല പറഞ്ഞത്. സത്യത്തിനെ മുറുകെ പിടിച്ചവർ കുറച്ചാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കണം. വൽ മുഖാലിഫു കസീറൻ, അതിനെ എതിർത്തവർ ധാരാളം ഉണ്ടെങ്കിലും ശരി. ലിയന്നൽ ഹഖ് അല്ലദീ കാനത് അലൈഹിൽ ജമാഅത്തുൽ ഊലാ മിൻ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബിഹി വലാ നദറ ഇലാ കസറത്തി അലൽ ബാത്തിൽ ബഅദഹും. സത്യം എന്ന് പറഞ്ഞാൽ സഹാബാക്കളും താബിഈങ്ങളും റസൂലൊക്കെ എതിരായിരുന്നു. അതിലാണ്. അതിന് എത്ര പേര് എതിരിട്ടാലും ശരി, അതാണ് ജമാഅത്ത്, അല്ലാതെ സംഘടനയല്ല ജമാഅത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ ഒരു സാന്ദർഭികമായി പറഞ്ഞിട്ട്, ഒരു ജനങ്ങളെ പാവപ്പെട്ടവരെ തെറ്റിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംഘബോധത്തെ കുറിച്ച് ഇസ്ലാമിൽ വന്ന തെളിവുകളും പണ്ഡിതന്മാരുടെ ഫത്വകളും ഒക്കെ എടുത്തിട്ട് സംഘടനാ ബോധം വളർത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. അത് ശരിയല്ല. സംഘടനാ ബോധം വളർത്തി സത്യത്തിന്റെ കൂടെയൊക്കെ വേണ്ടി ജനങ്ങളടുത്ത് പഠിപ്പിച്ചു കൊടുക്കും. സംഘടനയല്ല. ഞാൻ പറഞ്ഞാലും അതാണ് നമ്മളെ മശൈഖ്മാരൊക്കെ പറഞ്ഞു. എന്റെ ഷെയ്ഖൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, അത് സത്യം ആര് പറഞ്ഞാലും സത്യത്തിന് എതിരെ പറഞ്ഞാലും ശരി, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുക നമ്മളെ മശൈഖ്മാരൊക്കെ. അൽ ഹഖ്ഖു ഔലാ മിനർ റിജാൽ, സത്യം ജനങ്ങളെക്കാൾ പിടിക്കപ്പെടുവാൻ അർഹനാണ്. സത്യമാണ് പിടിക്കപ്പെടുവാൻ അർഹൻ. ആളുകളുടെ വലിപ്പം നോക്കിയിട്ടല്ല. ഉമർ മൗലവി പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വലിയ ആളാണെങ്കിൽ വലിയ കുപ്പായ ഇട്ടോട്ടെ, എന്താണ് ചെയ്യേണ്ടത്, സത്യത്തിനെ മുറുകെ പിടിക്കേണ്ടത് എഴുതിയ ആളാണ് ഉമർ മൗലവി. ഇപ്പൊ നമ്മൾ സത്യം മുറുകെ പിടിക്കേണ്ട ആളുകളാണ്. എത്രാമത്തെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ 15ാമത്തെ കാര്യം. 16ാമത്തെ കാര്യം, ഹറാമായ മാർഗങ്ങൾ അവർ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കൂല. ഹറാമായ കാര്യങ്ങൾ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കൂല. ഇന്ന് ദഅവത്തിന് വേണ്ടി പല ഹറാമായ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അതിലങ്ങ് വിരാജിക്കുകയാണ്, വേറെ മടിയുമില്ലാതെ. ദഅവത്ത്, അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് ഹറാമായ മാർഗങ്ങൾ സ്വീകരിച്ച് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ജനങ്ങൾക്കിടയിൽ വിശാലത നൽകി വളരെ മോശം കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. ഈ ഒരു ദഅവ സംഘടനയായി നിലവിൽ വന്ന ഈ ഒരു മുജാഹിദ് പ്രസ്ഥാനം, ഞാൻ എന്റെ 20 വർഷം മുമ്പ്, ഞാൻ 7 പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ച എവിടെ എന്ന് പറയുമ്പോൾ ജാമിയ സലഫിയ പുളിക്കൽ. അന്ന് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എങ്ങനെ നമ്മൾ പഠിക്കുന്നത്? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മിക്സായി, എല്ലാവരുടെയും മിക്സായി പഠിപ്പിക്കുന്നതൊക്കെ പെൺ ടീച്ചർമാരാണ്. നമ്മള് അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ പറ്റാത്ത സംഗതികളാണ് പലതും. അപ്പൊ അങ്ങനെ ഇതൊരു ദഅവ സംഘടന നടത്തുന്ന സ്കൂളാണ് ജാമിയ സലഫിയ എന്ന് പറഞ്ഞാൽ. ഇത് ഹറാമല്ലേ? ആൺ പെൺ കോടിക്കടൽ എന്ന് പറഞ്ഞാൽ ഇഖ്തിലാത്ത്, الرجال بالنساء ഹറാമല്ലേ? ബിൽ ഇത്തിഫാഖ്, ഉലമാക്കളുടെ ഇത്തിഫാഖ് ഇല്ലേ അത് ഹറാമാണെന്ന്, ഇജ്മാ ഇല്ലേ അത് ഹറാമാണെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുക, നമ്മളൊരു ദഅവ സംഘടനയാണല്ലോ, അപ്പൊ അത് പാടില്ല. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന കാര്യം, അത് ഒരു ഹറാമാണ്. ചിത്രം നിർമ്മിക്കുന്നവരാണ് നാളെ പരലോകത്ത് ഏറ്റവും അധികം ശിക്ഷ ലഭിക്കുന്നവർ. ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ പെടും. ഷെയ്ഖ് അൽബാനി പറഞ്ഞു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ പെടും. ഷെയ്ഖ് മുഖ്ബർ അഹമ്മദ് പറഞ്ഞു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ പെടും. ഷെയ്ഖ് അബ്ദുൽ മോഹസിൻ അബ്ബാദ് അൽ ബദർ പറഞ്ഞു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ പെടും. ഏത് ഈ മൊബൈൽ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താലും എന്തായി? ചിത്രം നിർമ്മിച്ചവനാ. ഇതെന്താ പറയുന്ന തസ്വീർ, ഫോട്ടോ എടുക്കുക. മറ്റേത് ഫോട്ടോ വരയ്ക്കുക, ഇത് ഫോട്ടോ എടുക്കുക. എന്നിട്ട് പറയും അത് ചില പണ്ഡിതന്മാർ ദഅവത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി അത് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫോട്ടോ എടുപ്പാ. ദഅവത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് എല്ലായിടത്തും ഫോട്ടോ എടുക്കും. ഫേസ്ബുക്കിൽ ഫോട്ടോ, വാട്സാപ്പിൽ ഫോട്ടോ, യൂട്യൂബിൽ ഫോട്ടോ, എല്ലായിടത്തും ഫോട്ടോ. അതെന്ത് മസ്ലഹത്ത? അല്ലാഹു അഅലം. അപ്പൊ ഹറാമായ കാര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ വേറെ ധാരാളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, ഓരോന്നിനും അതിലത്ത് വെച്ച് സ്ഥാപിക്കേണ്ട സംഗതികളാണ്. എന്നാൽ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു, ഇതൊക്കെ തെളിവ് വേണമെങ്കിൽ നമുക്ക് തെളിവ് തരാൻ സാധിക്കും. അതുകൊണ്ട് സ്ഥാപിക്കാനും സാധിക്കും ഇൻഷാ അല്ലാഹു തആല. അപ്പൊ 16ാമത്തെ കാര്യം, ഹറാം അവരെന്ത് ചെയ്യാറില്ല, ദഅവത്തിന് വേണ്ടി ഹറാം പ്രവർത്തിക്കാറില്ല. അൽ ഗായ ലാ തുബറിൽ വസീല, മാർഗം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. അത് ആരുടെ തത്വമാണ്? അദ്വൈതവാദത്തിന്റെ ആൾക്കാരുടെ തത്വമാണ്. അത് കൃഷ്ണൻ ആരെ പഠിപ്പിച്ചു കൊടുത്ത? അർജുനനെ പഠിപ്പിച്ചു കൊടുത്തതാണ് മഹാഭാരതത്തിൽ. അത് ഇസ്ലാമിക തത്വമല്ല. മാർഗം എന്തിനെ സാധൂകരിക്കൂല? ലക്ഷ്യത്തിനെ സാധൂകരിക്കില്ല. മാർഗവും നന്നാകണം, ലക്ഷ്യവും നന്നാവണം. മുസ്ലിമീങ്ങൾ
മാർഗവും ലക്ഷ്യവും നന്നാവണം മുസ്ലിമീങ്ങൾക്ക്. അപ്പോ അത് മുസ്ലിം ഇല്ലെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എന്താണ് ശരിയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടല്ല. 17 നമ്മൾ ഒരു കാര്യം പറയും, ഇൽമ് വേണം ദഅവത്ത് നടത്തണമെങ്കിൽ. ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജാണ്. ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി തആല കിതാബുൽ ഇൽം എന്നൊരു കിതാബ് അദ്ദേഹത്തിന് സ്വഹീഹുൽ ബുഖാരിയിൽ കൊടുത്തു. ഇത് പറഞ്ഞു ബാബ് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് എന്തുണ്ടാവണം? ഇൽമു ഉണ്ടാവണം. അതായത് അല്ലാഹുവിന്റെ ഈ ആയത്ത് കൊടുത്തു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. നീ ആദ്യം അറിയുക അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ട് നീ എന്ത് ചെയ്യുക? ഫസ്തഗ്ഫിർ ലിദംബിക. അതിനുശേഷം അമലായ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആദ്യം ഇൽമ വേണം. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ഇൽമ തികഞ്ഞാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകൾ നമുക്കെതിരെ കളവ് പറയും. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. ഇൽമ ഷർത്താണ്. ഞാൻ ഒരു കാര്യം പെട്ടത് വളരെ സത്യസന്ധമായി നിങ്ങൾ ആലോചിക്കുക. ഇപ്പോ വിസ്റ്റം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വിസ്റ്റത്തിന്റെ എന്താണ്, യുവാക്കളുടെ സ്റ്റുഡൻസിന്റെ എന്താണ് സംഘടനയാണ്. അതിന്റെ ജനറൽ സെക്രട്ടറി ഒരു പയ്യനുണ്ട്, എന്താണ് CP സലീമിന്റെ മകൻ. അത് ഡെന്റൽ കോളേജിൽ നിന്ന് പഠിച്ച യുവാവാണ്. അതിന്റെ ജനറൽ സെക്രട്ടറിയാ. വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ ഇപ്പൊ അവനാ അധികം സംസാരിക്കുന്നത്. ക്രിസ്ത്യൻ സംഘടനയിൽ തന്നെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ഇതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എവിടെ പഠിച്ചത്? ഇതിൽ അദ്ദേഹത്തിന്റെ എളിമിലുള്ള അദ്ദേഹത്തിന്റെ കാലുറപ്പ് എന്താണ്? ഒരു സംഘടന, ദഅവ സംഘടന നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. ബാക്കി ഇത് പറയേ വേണ്ട. ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പുസ്തകത്തിന്റെ ആരാണ്? TK അഷ്റഫ്. മൂപ്പര് എവിടെ പഠിച്ചത്? മൂപ്പരുടെ ഇൽമിയായ വിജ്ഞാനത്തിന്റെ ക്വാളിറ്റി എന്താണ് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇവരുടെ വലിയ ദായിയാണ്. ഇപ്പം ഇവിടെ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരിയും ഇവരുടെ തന്നെ നേതാവായ PN ഒക്കെ വന്നു കഴിഞ്ഞാൽ PN ഒക്കെ പേര് ചെറുതായിട്ട് കൊടുക്കുന്നത്, മുജാഹിദ് ബാലുശ്ശേരി പേര് വലിയ അക്ഷരത്തിലാണ് കൊടുക്കുന്നത്. മൂപ്പരുടെ ഒക്കെ അറിയും. മൂപ്പര് എന്തൊക്കെ അബദ്ധങ്ങളാ പറയുന്നത് സ്റ്റേജിൽ. വലിയ വലിയ അബദ്ധങ്ങളാ പറയുന്നത്, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ആ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് എന്തൊക്കെയാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ഖുറാഫി, ഒരു നിമിഷം ഖുറാഫി, അതൊന്നും അല്ല. അതിനേക്കാളും വലിയ വലിയ അബദ്ധങ്ങൾ ഇതേ സ്റ്റേജിൽ നിന്ന് പലതും പറയുന്നു. അപ്പൊ അങ്ങനെ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദഅവത്ത് നടത്തണമെന്നല്ല നമ്മൾ പറയും. ദഅവത്ത് നടത്തണം, അള്ളാഹുവിന്റെ ദീനിലേക്ക് തൗഹീദിലേക്ക് ആളിനെ ക്ഷണിക്കണം. പക്ഷേ റസൂൽ എന്താ പറഞ്ഞത്? ഖുൽ ഹാദിഹി, അല്ലാഹു എന്താ പറഞ്ഞത്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. പക്ഷെ എങ്ങനെ? അലാ ബസീറ, ഇൽമോട് കൂടി എന്നാണ് പണ്ഡിതന്മാർ അതിനെ തഫ്സീർ ചെയ്തത്. ഞാനും എന്നെ പിന്തുടരുന്നവരും എന്ന് ഇൽമോട് കൂടി അള്ളാഹുവിന്റെ മനസ്സിലേക്ക് ക്ഷണിക്കുന്നത്, ദീനിലേക്ക് ക്ഷണിക്കുന്നവരാവണം. അപ്പൊ അത് പറയുമ്പോൾ ഇവരെന്ത് പറയും? ആ ഇൽമ പൂർത്തിയായാലേ ദഅവത്ത് നടത്താൻ പറ്റുള്ളവർ. ഇല്ല, അങ്ങനെ നമ്മൾ പറയുന്നില്ല. എന്നാൽ ഇൽമ ദഅവത്തിന്റെ ഷർത്താണ്. ഇൽമ വേണം ദഅവത്ത് നടത്തണമെങ്കിൽ. ഇപ്പൊ ചില ആൾക്കാർ പറയും, അത് എന്റെ അടുത്ത് ചില ആൾക്കാർ പറഞ്ഞു, അതിപ്പോ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ബല്ലിഗ് അന്നി വലൗ ആയ, ഒരു ആയത്താണെങ്കിൽ എന്നെ എത്തിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളൊന്ന് പറയണേ എനിക്ക് പനിയാണെന്ന് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരസെറ്റമോൾ കഴിച്ചോളി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആരെങ്കിലും തടയോ നിങ്ങള്? ഇല്ല. നിങ്ങൾ കോട്ടും സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്ന എന്തുണ്ടാവും? ആൾക്കാരെ അടിച്ചിറക്കുന്ന. ഇതാണ് വ്യത്യാസം. വലിയ കന്നി വലവ് ആയ അത് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അതുപോലെ അല്ല എന്ത് ജനങ്ങളുടെ മുന്നിൽ പണ്ഡിതനായി ചമയുക. പണ്ഡിതൻ എന്നാ പണ്ഡിതൻ എന്താ പണ്ഡിതൻ? അദ്ദേഹത്തിന്റെ പണ്ഡിതനാണുള്ള ക്വാളിറ്റി. ആലിം എന്ന് പറഞ്ഞാൽ എന്താ? സലഫുകൾ പറഞ്ഞതുപോലെ അത് വളരെ സത്യമാണ്. എന്താ സലഫുകൾ പറഞ്ഞത്? ജനങ്ങൾക്കടുത്ത് ഈ മെമ്പറിൽ കയറിയവനാണ് പണ്ഡിതൻ. ജനങ്ങൾക്കെടുത്ത് പാമരന്മാരെടുത്ത് ആരാണ് പണ്ഡിതൻ? മെമ്പറിൽ കയറിയവനാണ് പണ്ഡിതൻ. അതാണ് ഇപ്പൊ ഇവരെടുത്ത് മെമ്പറിൽ കയറി പ്രഭാഷണം എടുത്തവരെല്ലാം പണ്ഡിതന്മാരാണ്. വലിയ വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, അതൊന്നും എന്തില്ല, ഈ സലഫി മൻഹജല്ല. തൊലബിൽ നടത്തുക നമ്മൾ. അതുപോലെ തന്നെ ഇൽമ പഠിക്കുന്നവർക്ക് പ്രായമോ ഭൗതികമായ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അവരുടെ മർക്കസുകളിൽ എന്ത് വെക്കാറില്ല, ഷർത്ത് വെക്കാറില്ല. എനിക്ക് 25 വയസ്സ് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്? ഇൽമ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
അന്ന് ആദ്യം നമ്മുടെ നാട്ടിലൊന്നുമില്ല. നമ്മുടെ നാട്ടില് അന്ന് ഉള്ളത് ഒരു വിസ്റ്റത്തിന്റെ ഒരു കോളേജാണ്. എനിക്ക് ഇൽമ പഠിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോ എന്റെ ബാപ്പയുടെ സഹോദരൻ വിസ്റ്റം പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ട് കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ നമ്പർ തരാം, അവരുടെ അവരെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇൽമ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വിളിക്കുന്നത്. നമ്മൾ ഫോൺ വിളിച്ചു, എടുത്തു. എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു എനിക്ക് ഇൽമ പഠിക്കണം, അറിവ് പഠിക്കണം. നിങ്ങൾക്ക് എത്ര വയസ്സായി? നമ്മൾ 25. സാധിക്കൂല. ഞാൻ എന്റെ നേരിട്ടുള്ള അനുഭവമാണ്. പറഞ്ഞു പിന്നെ അങ്ങല്ലാത്ത ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നു, അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം, അതൊന്നും പ്രശ്നം. പക്ഷെ നമ്മളെ കോളേജിൽ ചേർന്ന് പഠിക്കാൻ കഴിയും. ഇപ്പൊ അവരുടെ തന്നെ മിനി ഊട്ടിയിലെ സ്ഥാപനം, അല്ലെങ്കിൽ ജാമിയ സലഫിയിലെ സ്ഥാപനം, ജാമിയ നദിയിലെ സ്ഥാപനങ്ങളിൽ +2 പാസ്സായാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ പഠിപ്പിക്കുന്ന ഇൽമ പഠിക്കാൻ പറ്റും. +2 പാസ്സായി സർട്ടിഫിക്കറ്റ് ചെല്ലണം. ആ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റൂല? അവിടെ ഇൽമ പഠിക്കാൻ പറ്റൂല നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ പ്രഭാഷണങ്ങളിലും സദസ്സുകളിലൊക്കെ പങ്കെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ പ്രഭാഷണങ്ങളും സദസ്സുകളിലും പങ്കെടുത്തിരുന്നത് ഇന്ന് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂലായിരുന്നു. അഹ്ലുസുന്നത്തിന്റെ മർക്കസുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ഇവിടെ ഇരുന്നു ഞാനും ഇപ്പൊ നിങ്ങളെ പോലെ ഒരാളായി അവിടെ ഇരുന്നേനെ. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് ഇന്ന മർക്കസുകളുണ്ട്, പോയി പഠിക്കാം എന്ന് അറിവ് കിട്ടി. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പോയി പഠിച്ചു വന്നു. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 25 വയസ്സുള്ള ഒരു സംഘടനക്കാരന് പഠിക്കാനുള്ള ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അവനൊരു ആലിമായി തീരാനുള്ള സാഹചര്യം അവരുടെ ഇന്നില്ല. അതും ഇന്ന് അവരുടെ വലിയ വലിയ പഠനങ്ങൾ, ഇപ്പം മിനിയൂട്ടിലൊക്കെയാണ് നല്ല നല്ല പഠനങ്ങൾ നടത്തുന്നത്. അവരുടെ കൂട്ടത്തിൽ വെച്ച് മെച്ചപ്പെട്ട പഠനം നടക്കുന്ന അവിടെയാണ്. അവിടെ തന്നെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? +2 പാസ്സാവണം. +2 പാസ്സാവാത്തതിന് എന്ത് ചെയ്യാൻ അവിടെ അഡ്മിഷൻ കിട്ടൂല. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടില് മിനിയൂട്ടിലൊരു അവിടെയുള്ള ജാമിയ, എന്താണ് പറയുന്നത്, ജാമിയ അൽ ഹിന്ദിന്റെ ഒരു ഇത് തിരുവനന്തപുരത്തുണ്ട്. ആ തിരുവനന്തപുരത്ത് അവിടെയുള്ള സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരെല്ലാം ചേർന്നാണ് എന്ത് കെട്ടിയത്? അവിടെ കോളേജ് കെട്ടിയത്. എന്നിട്ട് എന്ത് പ്രശ്നം എന്നറിയാമോ? അവസാനം ഈ കെട്ടിയ മുജാഹിദിലെ ആളുകളുടെ മക്കളെ അവിടെ പഠിപ്പിക്കാൻ അവർ ചേർത്തെടുത്തില്ല. ഇന്റർവ്യൂവിൽ പുറത്തായിപ്പോയി. അപ്പൊ ആ പാവപ്പെട്ടൊരു വിഷമാലോചിക്കണം. അവര് കഷ്ടപ്പെട്ട്, അന്ന് അവര് അറിയില്ല, അവര് കെട്ടിയ കോളേജാണ്, സ്വന്തം മക്കളെ അവിടെ ചേർക്കാൻ പറ്റിയില്ല, കാരണം ഇന്റർവ്യൂവിൽ പാസ്സായില്ല. സഹോദരങ്ങൾ, ഇതൊന്നും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഷർത്താക്കി ഒരു കാലത്തും വെച്ചിട്ടില്ല. ഇന്റർവ്യൂവിൽ പാസ്സാവാൻ റസൂലിനെ വെച്ചിട്ടില്ല. സഹാബ ജപങ്ങൾ സൗദിയിലുണ്ട്. സൗദിയിലുള്ളതല്ലല്ലോ സലഫിയത്ത്, സൗദിയിലുള്ളതാണ് സലഫിയത്ത്. സലഫിയത്ത് കിതാബിലും സുന്നത്തിലും സലഫുകളും ചെയ്തതാണ്. ചില ആള് സൗദിയിൽ എന്തുണ്ടോ അതൊക്കെ സലഫിയത്താണ്. അങ്ങനെ ഒരു സലഫിയത്ത് ഇസ്ലാമിലില്ല. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കിതാബിലും സുന്നത്തിലും അതുപോലെ സലഫുകളുടെ ചറ്റി. ഇത് ഹറാമാണെന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ എടുത്ത് പുറത്തേക്ക് നിങ്ങൾ ഇഷ്ടം നമുക്ക്, അപ്പൊ അവരെടുത്ത സ്ഥാപനം അവർക്ക് ഇന്റർവ്യൂ എടുത്ത് പുറത്താക്കാം. പക്ഷെ ഇതെന്തല്ല സലഫുകളുടെ ചറ്റിയല്ല, ഇതെന്തല്ല ഇൽമിനെ വളർത്തലല്ല, ആണ് പ്രശ്നം. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് അൽഹംദുലില്ലാഹ് നമ്മൾ വളരെ പ്രായം ചെന്നിട്ട് 25 വയസ്സ് 26 വയസ്സ് നമ്മൾ പോകുന്നത്, നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി. എല്ലാരും പഠിക്കുന്ന സൗകര്യത്തോടെ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാഹ് പല പല കിതാബുകളും പഠിച്ചു. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. ഇപ്പോഴും പഠിക്കുന്നു. എത്രയോ പ്രായമുള്ളവർ പോകുന്നു, പഠിക്കുന്നു. ഇപ്പോഴും നമ്മുടെ മർക്കസുകളിൽ ഏത് പ്രായക്കാരനും വരാം. 90 വയസ്സായോ പഠിക്കാനുള്ള ആരോഗ്യ ആഫിയത്ത് വേണ്ടോ? പഠിപ്പിക്കും നമ്മൾ. 6 വയസ്സായ കുട്ടിയാണോ? പഠിക്കാം. 10 വയസ്സായ കുട്ടിയാണോ? പഠിക്കാം. 20 പാസ്സായോ? ചോദിക്കൂല. 10 പാസ്സായോ? ചോദിക്കൂല. അലിഫ് ബാബോലും അറിഞ്ഞൂടെ? പഠിപ്പിക്കും തുടക്കം മുതൽ. ഞാൻ പോകുമ്പോ എനിക്ക് ഹാദ എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്ന് എനിക്കറിയില്ല. എന്റെ ഷെയ്ഖിന്റെ അടുത്ത് ഞാൻ ആദ്യം പോകുമ്പോ മസ്മുക്ക എന്ന് ചോദിച്ചു, ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ചോദ്യം മനസ്സിലായില്ല എനിക്ക്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്താ ഇദ്ദേഹം ചോദിക്കുന്നത്? ഹാദ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് എനിക്ക് ഇൽമിനോട് ആഗ്രഹം. എനിക്ക് അറിയില്ല. ഖുർആൻ വളരെ വിക്കിയാണ് ഞാൻ ഓതിക്കൊണ്ടിരുന്നത് ആ പ്രായത്തിൽ. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖാണ് സഹോദരങ്ങളെ. അഹ്ലുസുന്നത്തിൽ നിങ്ങൾ ചോദിക്കില്ലെങ്കിൽ അലിഫ് അറിയോ, ബാ അറിയോ, നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര പ്രായമായി? ഇല്ല. എപ്പോ നിങ്ങൾക്ക് പഠിക്കണോ പഠിക്കാം. അതിനുള്ള സൗകര്യങ്ങൾ അഹ്ലുസുന്നത്തിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ പഠിച്ചാലും മതി. എല്ലാ സൗകര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ഒരുക്കി തരുവാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. അപ്പൊ ഇൽമ പഠിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രായപരിധിയോ ഭൗതികമായ സർട്ടിഫിക്കറ്റുകളോ നേട്ടങ്ങളോ അവർ വെക്കാറില്ല. ഇതൊക്കെ നമ്മളിലുള്ള കാര്യങ്ങളല്ലേ? അല്ലേ? നിങ്ങളിത് പരിചയിച്ചറിയുന്ന കാര്യങ്ങളല്ലേ? നമ്മളങ്ങനെ വെക്കാറുണ്ടോ? ഏത് പ്രായക്കാർക്ക് വന്ന് പഠിച്ചുകൂടെ? പഠിക്കാം. പഠിക്കുന്നവരുണ്ടോ? ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുന്നവരുണ്ടോ?
എല്ലാ സൗകര്യവും ഉണ്ട്, പഠിക്കുന്നവരുണ്ട്. അത് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. 19ാമത്തെ പ്രത്യേകത, ജർഹും തഅദീലും അവർ നടത്തുന്നു. ഇതിപ്പോ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നു. ജർഹ് തഅദീൽ ഇപ്പൊ ചില പഴയ ചിലപ്പോൾ മുജാഹിദിന്റെ പ്രവർത്തകർക്ക് ഈ ജർഹും തഅദീൽ എന്താണെന്ന് പോലും കേട്ടാണ്. എന്തായി ജർഹ്, എന്താ തഅദീൽ എന്ന് പോലും ചിലപ്പോ അവർക്ക് അതിലുള്ള വിജ്ഞാനം പോലും കൊടുത്തു കാണൂല. ചിലപ്പോൾ 20 വർഷമായിട്ടൊക്കെ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എന്താണ് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫൈന്നഹു മാ